അടുത്തതായിട്ട് നമ്മുടെ കുടുംബസംഗമ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹംസ അഞ്ചുമുക്ക് അവറുകളെ വളരെ ബഹുമാനത്തോടെയും വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ കാരണവർമാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ കോരാത്ത് ഫാമിലിയിലെ ഏറ്റവും ആകർഷണീയമായത് മുതിർന്ന കാരണവരെ ആദരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അഭിപ്രായം പറയായിരുന്നു അവിടെ ഇരുന്നിട്ട്. വളരെ നല്ലൊരു കാര്യമാണത്. ഒരു സദസ്സിൽ വെച്ച് മുതിർന്ന പൗരൻ അല്ലെങ്കിൽ മുതിർന്ന കാരണവർമാരെ പൊന്നാടയണിക്കുക എന്നൊക്കെ പറയുന്നത് ആരും മരണം വരെ അവരുടെ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോവില്ല. ചിലരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞത് ഞാൻ കണ്ടു. പക്ഷെ അത് ചെയ്യുന്ന ഒരു രീതി ഒരു നല്ലൊരു രീതിയിലേക്കും കൂടി കൊണ്ടുവരികയാണെങ്കിൽ നന്നായിരുന്നു എന്നൊരഭിപ്രായം പറഞ്ഞു. അവരെ ബഹുമാനിക്കുന്നത് കൃത്യമായി ഒരു ആദരവ് കിട്ടിയോ അവർക്ക് എന്നൊരു കുറവേ ഉണ്ടായിട്ടുള്ളൂ. തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമായ ഒരു ചടങ്ങ് തന്നെയായിരുന്നു. ഇനി ഞാൻ ആമുഖത്തിലേക്കൊന്നും കടക്കുന്നില്ല. നേരം വൈകിയാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ഒന്ന് സൈലൻ്റായി മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ച് തന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകും. സ്ലൈഡ് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്. ഇപ്പം നിങ്ങൾ സദസ്സാണ് കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടും. അതുപയോഗിച്ചാണ് നമ്മുടെ ക്ലാസ്. കാരണം ഒരു പ്രഭാഷണം കേട്ടാൽ വീട്ടിലെത്തുമ്പോഴേക്കിന് അതിൽ 10-ൽ 8 മറക്കും, 100-ൽ 80 മറക്കും. വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മയോട് ഉപ്പയോട് മക്കൾ അല്ലെങ്കിൽ മക്കളോട് ഉമ്മയും ഉപ്പയും ചോദിച്ചാൽ മതി, എന്താ മക്കളെ പഠിച്ചത്? ഒന്നും പറയാൻ കിട്ടില്ല. എന്താ കാരണം? 100 കാര്യം കേട്ടാൽ 80 മറക്കും. മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം കണ്ടാൽ 100-ൽ 80 ഓർക്കും, 20 മറക്കും. രക്ഷിതാക്കളുടെ ജീവിതം കണ്ടുപഠിച്ചാൽ കുട്ടികൾ അത് ജീവിതത്തിൽ ഓർക്കും, അത് പ്രാവർത്തികമാക്കും. അവരോട് പറഞ്ഞു കൊടുത്താൽ മറക്കും, അവർ കേൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിഷ്വൽ പ്രാക്ടിക്കൽ ഒരു ചിത്രം വെച്ചുകൊണ്ട് ഒരു ക്ലാസ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകും, ജീവിതത്തിൽ ഉപകരിക്കാൻ കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ചിത്രം പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തറ പറ എന്ന് പഠിക്കുമ്പോൾ അതിൽ തറയും പറയും വരും അല്ലേ, ചിത്രം വരും. എന്തിനാണ് ആ ചിത്രം? മറക്കാതിരിക്കാൻ. അതുകൊണ്ട് കുറേ ചിത്രങ്ങൾ വെച്ചാണ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇത് കുടുംബ സദസ്സാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരും ബ്ലഡ് റിലേഷനും കല്യാണ ബന്ധങ്ങളുള്ളവരും ഉണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു കുടുംബ സദസ്സിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തും. അത് നിങ്ങളല്ല. ആരാണ് ആ കുറ്റം ചെയ്തത്? അവരാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. അത് നിങ്ങളോടല്ല. ആരോടാണോ അർഹതപ്പെട്ടവരോടാണ് ആ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ അതിൽ പെട്ടവരായിരിക്കാൻ സാധ്യതയില്ല. ഈ പ്രോഗ്രാമിന് ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തതാണ് പോസിറ്റീവ് പാരൻറ്റിങ് എന്ന്. നല്ല രക്ഷാകർത്തം. കുടുംബങ്ങളെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ എന്തൊക്കെ ചെയ്യണം, മക്കൾ എന്തൊക്കെ പാലിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ചർച്ച. അതിനുവേണ്ടി ഒരുപാട് ഖുർആനും ഹദീസും ഓതിക്കൊണ്ടല്ല ഇവിടുത്തെ ക്ലാസ്. പകരം ഇന്നത്തെ സാഹചര്യത്തിൻ്റെ തെളിവുകൾ അനുസരിച്ച് നിങ്ങളും ഞാനും കേട്ടും പഠിച്ച പശ്ചാത്തലം ഉപയോഗിച്ച് കുറേ തെളിവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഖുർആനും ഹദീസും ദീനൊക്കെ പഠിച്ചവരാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നവർ. എന്നിട്ടും എന്തേ നമ്മളൊക്കെ ഇങ്ങനെ? അപ്പം പുതിയ ഈ ലോകത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുനിയാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ആഖിറം വെളിച്ചമാക്കാൻ പറ്റുമോ നോക്കാം. ഒരൊറ്റ ചോദ്യമാണിത്. നമ്മുടെ മക്കളൊക്കെ നമ്മിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബ സദസ്സുകൾ ഒരുപാട് വളരുന്നുണ്ടെങ്കിലും അടുക്കളയിലെ ചുമരിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ കിടക്കുന്ന മക്കളെപ്പോലും രക്ഷിതാക്കൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ. സ്വന്തം മക്കളെ മുഖത്ത് നോക്കാത്ത രക്ഷിതാക്കൾ, സ്വന്തം മക്കളെ മുഖത്ത് നോക്കാത്ത രക്ഷിതാക്കളും തിരിച്ചും രക്ഷിതാക്കളെ മുഖത്ത് നോക്കാത്ത മക്കളും. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ അകലുന്നു എന്നതിനെക്കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. മക്കളൊക്കെ നമ്മളിൽ നിന്നും ഒരുപാട് അകന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും അവരുടെ മനസ്സൊരുപാട് ദൂരെയാണ്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും യുഗമൊക്കെ ഇത്രയും പ്രാപിച്ച് വളർന്ന് വലുതായിട്ട് പോലും മക്കളുടെ മനസ്സ് രക്ഷിതാക്കളോടൊപ്പമല്ല, രക്ഷിതാക്കളുടെ മനസ്സ് മക്കളോടൊപ്പമല്ല. ഇങ്ങനെ പറയാൻ കാരണം, ഈ കഴിഞ്ഞ മാസം സ്കൂളിൽ 7ാം ക്ലാസ് ഒരു വിദ്യാർത്ഥിയോട്, 40ഓളം വിദ്യാർത്ഥികളുള്ള ഒരു പെൺകുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു, ഇന്ന് നിൻ്റെ ഉമ്മയിട്ട ഡ്രസ്സിൻ്റെ നിറം എന്താ മോളെ? വെറുതെ ചോദിച്ചതാ. ഇന്ന് നിൻ്റെ ഉമ്മയിട്ട ഡ്രസ്സിൻ്റെ നിറം എന്താ മോളെ? ആ കുട്ടിക്ക് മറുപടി കിട്ടിയില്ല. 9 കുട്ടികൾ കഴിഞ്ഞ് 10ാമത്തെ കുട്ടിയാണ് പറഞ്ഞത് ഒരു നീല ചുരിദാറായിരുന്നു എന്ന് പറഞ്ഞത്. 10ാമത്തെ കുട്ടിയാ. 9 കുട്ടിക്ക് എന്തേ സ്വന്തം ഉമ്മയുടെ
ഷർട്ടിൻ്റെ, ഡ്രസ്സിൻ്റെ, മാക്സിയുടെ, ചുരിദാറിൻ്റെ, സാരിയുടെ, നൈറ്റിയുടെ നിറമെന്തേ കാണാതെ പോയത്? കാരണം മക്കളും ഉമ്മയും പരസ്പരം കാണാറില്ല, മനസ്സ് തുറന്ന് കാണാറില്ല, മനസ്സ് തുറന്ന് നോക്കാറില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളും ഉമ്മയും ഉപ്പയും ഇങ്ങനെ അകന്നു പോകുന്നത്? എന്തുകൊണ്ടാണ്? മനസ്സിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, എന്തോ സംഭവിച്ചു പോയി. അതെന്തുകൊണ്ടാണെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് 3 വിഷയങ്ങളാണ് സംസാരിക്കുക. 1, എന്താണ് ഇന്നത്തെ പ്രശ്നം? 2, എന്തുകൊണ്ടാണ് ആ പ്രശ്നം? 3, എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക? ഈ 3 വിഷയത്തെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാവുന്ന രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിലിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സംഘാടകർ 5 മിനിറ്റ് മുന്നേ ഒന്ന് എഴുതി തന്നാൽ മതി, സമയം കഴിഞ്ഞു, അവിടെ നിർത്തും. കാരണം ഞാൻ ഈ വിഷയം മുറിച്ച് നിർത്താറില്ല. എന്ന് വെച്ചാൽ ചവിട്ടിക്കൂട്ടി ആകെ ഷോർട്ടാവിട്ടി വളരെ ഫാസ്റ്റാക്കി കൊണ്ടുപോയാൽ ഒന്നും മനസ്സിലാവില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത് വേസ്റ്റായി പോവും. അതുകൊണ്ട് എവിടെയാണോ നിർത്തേണ്ടത് അവിടെ നിർത്തും. അത്രയും മനസ്സിലായി. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദിയിൽ നമുക്ക് സംസാരിക്കാം. നമ്മുടെ മക്കളൊക്കെ നമ്മിൽ നിന്നും അകന്നു പോകുന്നു. അതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ആ പഠന റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2014, 2 കൊല്ലം മുമ്പ് പെൺകുട്ടികളെക്കുറിച്ചൊരു പഠനം നമ്മുടെ കേരളത്തിലെ നമ്മുടെ വീടുകളിലെ ഗ്രാമാന്തരങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ പെൺകുട്ടികളുടെ ഉപ്പമാരുടെ അടുത്തൊക്കെ പോയിക്കൊണ്ടൊരു പഠനം നടത്തി. പത്രത്താളിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 18 വയസ്സിന് താഴെയുള്ള നാളെ ഉമ്മയാകേണ്ടവൾ, അമ്മയാകേണ്ടവൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും അകന്നു പോയി, അഥവാ അവൾ ഒളിച്ചോടി, അല്ല അവളെ തട്ടിക്കൊണ്ടുപോയി എന്ന പത്രവാർത്തകളാണ് നമ്മുടെ മുന്നിൽ വന്നത്. നിങ്ങളും ഞാനും വായിച്ചു വളർന്നത്. 5 വയസ്സിൻ്റെയും 18 വയസ്സിൻ്റെയും ഇടയിലെ കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ചെറു പ്രായത്തിൽ ഈ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്? അതിൽ മാതാപിതാക്കൾക്ക് വല്ല പങ്കുമുണ്ടോ? ആ കുട്ടികൾക്ക് വല്ല പങ്കുമുണ്ടോ എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. മനസ്സിലായി പത്രത്തിൽ വന്നത് തെറ്റാണെന്നും അത് മനഃപൂർവ്വം തെറ്റ് പത്രത്തിൽ കൊടുത്തതാണെന്നും രക്ഷിതാക്കൾ മനഃപൂർവ്വം എഴുതി പിടിപ്പിച്ചതാണെന്നും മനസ്സിലായി. കാരണം ഒരു കുട്ടിയെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, ഒരു പെൺകുട്ടിയെയും ഈ അടുത്ത കാലത്തൊന്നും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചാക്കിൽ കെട്ടി കണ്ണും കയ്യും കൂട്ടിക്കെട്ടി ഒരു കൊട്ടവണ്ടിയിൽ കെട്ടി കൊണ്ടുപോകുന്നതിനാ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയാം. അത് ആ പെൺകുട്ടികൾ ഉത്തരവാദിയല്ല, നിരപരാധികളാണ്. പിന്നെ എന്താ സംഭവിച്ചത്? ആ ചിത്രം ഞാൻ മാറ്റി. 664 പെൺകുട്ടികൾ ഒളിച്ചോടി, സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് പോയി. എന്തുകൊണ്ട് ഒളിച്ചോടി? കാരണം പത്രത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളും ഞാനും പത്രത്തിൽ എഴുതി പിടിപ്പിച്ചു. എന്ത്? എൻ്റെ പ്രിയപ്പെട്ട മകൾ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് എഴുതുന്നത് നിങ്ങൾക്കും എനിക്കും ഇഷ്ടമല്ല. ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അവൾ എന്ത് തെമ്മാടിയാണെങ്കിലും വേഴ്ചയാണെങ്കിലും ആ കാമുകി അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരു കാമുകൻ്റെ കൂടെ ഒളിച്ചോടി എന്ന് എഴുതി പിടിപ്പിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്കും എനിക്കും ഇഷ്ടമല്ല. അത് മാനക്കേടാ. അതുകൊണ്ട് എഴുതി പിടിപ്പിച്ചു. ഏതോ ഒരു തെമ്മാടി എൻ്റെ പൊന്നുമോൾ അടിച്ചു മാറ്റി കൊണ്ടുപോയി. അതൊരു വല്ലാത്ത മാനത്തോടെ, വല്ലാത്ത ഒരു ആവേശത്തോടെ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ പത്രം വായിച്ചത്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന്. ഒരിക്കലും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. ഈ പെൺകുട്ടികളുടെ അടുത്തേക്ക് ഞങ്ങൾ ഒരു പറ്റം ചെന്നു. 50ഓളം ആളുകളുടെ ഒരു കൂട്ടം ചെന്നു. അതിൽ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എന്താ പൊന്നുമക്കളെ നിങ്ങളെയൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞ മറുപടി, ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഞങ്ങൾ സ്വമേധ ഒളിച്ചോടിയതാ. അത് ചതിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾക്ക് പ്രേമിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ രക്ഷിതാക്കൾ വീട്ടിൽ ഒരുക്കി തന്നു. ശ്രദ്ധിക്കണം നിങ്ങളെ വാക്ക്, ആ പെൺകുട്ടികളുടെ വാക്ക്. ഒളിച്ചോടാനും കാമുകനുമായി സല്ലപിക്കാനും പ്രേമിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും രക്ഷിതാക്കൾ വീട്ടിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. തോണ്ടിക്കളിക്കാനുള്ള മൾട്ടിമീഡിയ ഫോണിലൂടെയാണ് ഞങ്ങൾ കാമുകനുമായി സല്ലപിച്ചതും ഒളിച്ചോടിപ്പോയതും. പഠിക്കുകയാണെന്ന പേരിൽ കഥകിലും കുറ്റിയിട്ടുകൊണ്ട് അകത്തിരുന്നു ഞങ്ങൾ പഠിക്കുകയായിരുന്നില്ല. എനിക്ക് കിട്ടിയ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് കാമുകനുമായി ഞങ്ങൾ പ്രേമത്തിലായിരുന്നു. ഉമ്മയുടെ കൂടെ കല്യാണത്തിന് പോകുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല, ഉപ്പയുടെ കൈ പിടിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല, അവരുടെ മുഖത്ത് നോക്കുന്നത് പോലും ഞങ്ങൾക്ക് അറപ്പാണ്, വെറുപ്പാണ്. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. അവർ തനിച്ചാ പുറത്തേക്ക് പോകുന്നത്, ഞങ്ങൾ തനിച്ച് വീട്ടിലും ഞങ്ങൾക്ക് നല്ല സുഖമായി സൗകര്യമായി പ്രേമിക്കാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രേമിച്ചത്. പകുതിയോളം കുട്ടികളുടെ സമനില തെറ്റിക്കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് ഇവർ ഭ്രാന്തികളാണോ എന്ന ചോദ്യത്തിന് ആ പ്രിയപ്പെട്ട പെൺമക്കളാണ് മറുപടി പറഞ്ഞത്. പുറത്തേക്ക് ഇറങ്ങാതെ കതക് കുറ്റിയിട്ടുകൊണ്ട് മുടിയൊക്കെ മുന്നോട്ടും ചക കുത്തിക്കൊണ്ട് കിടക്കുന്നത് ഇരിക്കുന്നതും കണ്ടപ്പോൾ ഈ കുട്ടികൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞ മറുപടിയാണ് ഞങ്ങളെ ഞെട്ടിച്ചത്.
പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ ഒളിച്ചോടുന്ന സമയത്ത് ഞങ്ങളുടെ കാമുകന്മാരെടുത്ത നഗ്ന ചിത്രങ്ങൾക്ക് ഇതാ ഇപ്പോൾ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് നീ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നമ്മളെടുത്ത നഗ്ന ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലിട്ട് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ നാറ്റിക്കും. അത് വേണ്ടമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത വാട്സപ്പ് മെസ്സേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ആ കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയാൽ കയ്യും കാലും തല്ലിയൊടിക്കുമെന്ന് രക്ഷിതാക്കൾ അതല്പം വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. നോക്കണം നിങ്ങൾ, പകുതിയോളം പേര് സമനില തെറ്റി, പകുതിയോളം കുട്ടികൾക്ക് ഇനി നാളെ ഒരു വിവാഹ ചടങ്ങിലേക്ക് അവരെ ചിന്തിക്കാൻ കഴിയുമോ? നട്ടലിലുള്ള ഏതെങ്കിലും ഒരു ആൺകുട്ടി അവളെ കെട്ടാൻ തയ്യാറാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെട്ട കാമുകൻ്റെ അടുത്തേക്ക് ഓടിയ പെൺകുട്ടികൾ ഇതാ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും? 5-10 കൊല്ലത്തിനുള്ളിൽ അവർക്കൊരു വരനെ കണ്ടെത്തും. ആരെ കണ്ടെത്തും? കള്ളുകുടിയനായ തമ്മാടിയായ ഒരു പുതിയാപ്പിളയെ, അല്ലേ, ഒരു വരനെ, ഒരു ഭർത്താവിനെ കണ്ടെത്തും. അങ്ങനെ അവൻ്റെ കൂടെ ഒരു പക്ഷേ ജീവിച്ചേക്കാം, ചിലപ്പോൾ പലതും മറ്റും സംഭവിച്ചേക്കാം. ഇതല്ലേ ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ സത്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതിൽ മാതാപിതാക്കളുടെ പങ്കെന്ത്? ഒരു പങ്ക് ഞാൻ പറഞ്ഞു. പ്രായപൂർത്തി എത്തിയതായ കുഞ്ഞുങ്ങൾക്ക് മൾട്ടിമീഡിയ പോലുള്ള ഫോൺ സ്വന്തമായി കയ്യിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ കുഞ്ഞൊരു കാമുകനുമായി പ്രേമത്തിലാണെന്നോ അവൾക്കൊരു ലൈനുണ്ട് എന്നോ ഒരിക്കലും രക്ഷിതാക്കൾ പോലും ചിന്തിക്കുന്നില്ല. അവൾ മിടുക്കിയാണ്, അവൾ മിടുക്കനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. തെമ്മാടിയായ ഒരു ഭർത്താവിനെ കിട്ടി, അവരുമായി മുന്നോട്ട് പോയി. ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാൻ. ഈ പറഞ്ഞതുമായുള്ള തെളിവുകളും നമുക്കൊരൽപ്പം നോക്കാം. നോക്കൂ നിങ്ങൾ, ഭാരതത്തിൽ 70,000 കുട്ടികളാണ് ഇതുപോലെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ 120 കോടിയോളം വരുന്ന ജനത്തിൽ 3/4 കോടിയോളം വരുന്ന 70ഓളം ലക്ഷം കുട്ടികളാണ്. അത് പ്രായപൂർത്തിയായതും ആവാത്തതും അതിനകത്തുണ്ട്. ചെറിയ മക്കൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒളിച്ചോടവും തട്ടിക്കൊണ്ടുപോക്കും കാമുകനുമായി സല്ലപിച്ചും വീടുള്ളതും ഇല്ലാത്തതും വിവരവും വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതുമായ നല്ല കുടുംബത്തിൽ പകർന്നവരും ഇതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്നത്? ഇത്രയധികം കുട്ടികൾ ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മയൊക്കെയുള്ളൊരവസ്ഥ? മറ്റു കുടുംബങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക? നോക്ക്, ഇത് ഇന്ത്യയിൽ 12,000-ഓളം ആളുകളെയാണ് ഇതുപോലെ, കേരളത്തിൽ 12,000-ഓളം കുട്ടികളെയാണ് ഇതുപോലെ കാണാനില്ലാതാകുന്നത്. അതിൽ 2,000 കുട്ടികൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിൽ 100 കുട്ടികളോളം മരണപ്പെട്ടു പോയി. ഇനി ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിൽ 924 കുഞ്ഞു മക്കളെ പീഡിപ്പിക്കപ്പെട്ടു. 11-നും 15-നും ഇടയിൽ പ്രായമുള്ള ചെറിയ മക്കളെ മൃഗീയമായി പീഡിപ്പിക്കാനുള്ള കാരണം എന്താ? അതിൽ ആ കുട്ടികൾക്ക് എന്താ പങ്ക്? രക്ഷിതാക്കൾക്ക് എന്താണ് പങ്ക്? സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളെ മൃഗീയമായി പീഡിപ്പിച്ചു എന്നും അവരെ ഉപദ്രവിച്ചു എന്നും പത്രവാർത്തയിൽ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, ഇത് നാളെ എൻ്റെ കുടുംബത്തിലേക്കും ഇതുപോലൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്രയും ചെറു പ്രായത്തിലെ കുഞ്ഞു മക്കളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാരണമെന്താ? ഞങ്ങളുടെ ഒരു പറ്റം ആളുകൾ അന്വേഷിച്ചതാണ്. വായിച്ചതാണ് ആ പത്രവാർത്തകൾ, അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വാർത്ത. ഇതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഓരോ പേജിലും 15-ഉം 20-ഉം നിങ്ങളൊക്കെ വായിച്ചു മറന്നതാണിത്. നോക്കുക, സോഷ്യൽ മീഡിയയിൽ കണ്ട ഇന്നത്തെ യുവാക്കൾ 4,40,000 യുവാക്കളാണ് ഓരോ വർഷവും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോക ജനസംഖ്യയിൽ 30% യുവാക്കളും ഇതിന് അഡിക്റ്റഡാണ്. ഇന്നത്തെ മുഴുവൻ യുവാക്കളിൽ 30%-വും ഇന്നത്തെ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡാണ്, ഭ്രാന്തിയാണ്. അതിൽ 4,40,000 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഭാരതത്തിൻ്റെ കണക്ക് നേരത്തെ പഴയ പേജിലേക്ക് തിരിച്ചെത്തി. 664 കുട്ടികളിൽ 603 പേരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് അടിസ്ഥാനത്തിൽ അവർ ആ കേസ് അന്വേഷിച്ചു, തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ കയ്യിലേക്ക്. ഒരു നല്ല കണക്കാ. ചുണച്ചുകുട്ടന്മാരായ സൈബർ ഉദ്യോഗസ്ഥരും പോലീസുകാരുമാണ് ഇന്ന്. അതുകൊണ്ട് അവരത് അന്വേഷിച്ചു കണ്ടെത്തി. 61 പേരുടെ കുറവതിനകത്തുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചു വീണ്ടും ഈ 61 കുട്ടികൾ എവിടെ പോയി എന്ന്. അതിൽ നിന്നും കിട്ടിയ മറുപടി ഇതാ. രക്ഷിതാക്കൾ പറഞ്ഞു, ഉമ്മയും വാപ്പയും പറഞ്ഞു, എൻ്റെ പൊന്നുമോൾ മരണപ്പെട്ടു പോയി എന്ന്. എന്നാൽ യഥാർത്ഥ അതിൻ്റെ FIR-ലേക്ക്, പോലീസ് സ്റ്റേഷൻ്റെ കണക്കിലേക്ക് പോയി നോക്കിയപ്പോൾ അവരാരും മരണപ്പെട്ടു പോയിട്ടില്ല. പകരം എന്താ സംഭവിച്ചത് അറിഞ്ഞു? ബൊംബായിലെ ചുവന്ന തെരുവിൽ തൻ്റെ ഇറച്ചി കച്ചവടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കേട്ടപ്പോൾ ഉമ്മ പറയാ അയൽവാസികളോട്, സ്വന്തം കുടുംബത്തോട് പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചു പോയി എന്ന്. അതങ്ങനെ പറയേണ്ടി വന്നു. ജീവിച്ചിരിക്കുന്ന മക്കൾ മരണപ്പെട്ടു പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ ഇന്ന് രക്ഷിതാക്കൾക്ക് വന്നത് എന്തുകൊണ്ടാണ്? അതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇതൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. പക്ഷേ ഇവിടുത്തെ സമയം അതിനെ അനുവദിക്കുന്നില്ല. ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായി വളരെ കുറച്ച് ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.
അതേ കാലയളവിൽ 2868 വീട്ടമ്മമാരും ഒളിച്ചോടി. പ്രിയപ്പെട്ട പെൺകുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തണ്ട. 664 കുട്ടികൾ ഒളിച്ചോടിയപ്പം പകുതിയോളം സമനില തെറ്റി ബാക്കി പകുതി കുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കും. 5ഉം 10ഉം കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആ കുഞ്ഞുങ്ങൾ പിന്നെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വീണ്ടും തൻ്റെ കാമുകനുമായി ഒളിച്ചോടാനുള്ള ഒരു വെമ്പലാണ് ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ ആ മാതാക്കൾക്കുള്ളത്. ഇവിടെ മാതാക്കളെന്ന് വീട്ടമ്മമാരെന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. വീട്ടിൽ കല്യാണം കഴിച്ച് വിട്ടാൽ വീട്ടമ്മ എന്ന് പറയും. ഈ 2868 വീട്ടമ്മമാർ എന്തുകൊണ്ടാണ് ഒളിച്ചോടിയത്? തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയത്. നോക്കണം നിങ്ങൾ, ഇത്രയും പേര് ഒളിച്ചോടിയപ്പോൾ ഒരു ഭർത്താവ് പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല അത്രേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, എൻ്റെ കൺമണിയാണ് അവൾ, എൻ്റെ കരളാണ്, കഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി പൊട്ടിക്കരഞ്ഞില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ആ വീട്ടമ്മയുടെ ഉമ്മ, അവർ വല്യമെന്ന് ജീവിച്ചിരിപ്പുള്ള പകുതിയോളം ഉമ്മമാരുണ്ടായിരുന്നു. അവർ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഗർഭത്തിൽ പറന്ന, എൻ്റെ വയറ്റിൽ പറന്ന കുട്ടിയാ, അവൾ എത്ര വേശിയാണെങ്കിലും അവൾ എത്ര തമ്മാടിയാണെങ്കിലും എൻ്റെ പെൺമക്കളാ, എൻ്റെ പൊന്നുമോളാണ്, അവളിലേക്ക് തിരിച്ചു കിട്ടണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പോൾ പകുതിയോളം വീട്ടമ്മമാരെ അവർ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. അതും ഒരു നല്ല കണക്കായി. എന്തിനു വേണ്ടി തിരിച്ചേൽപ്പിച്ചു എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് നാടിൻ്റെ ഒരു പച്ചയായ സത്യമായി പറയുന്നത് 2014 എന്ന് പറയുന്നത് 2 കൊല്ലം മുമ്പേ നടന്ന കണക്കുകളാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. ഈ 2016 കണക്ക് 2017 നമുക്ക് കിട്ടും. അതിൽ ഈ കുടുംബത്തിലെ ഒരു മെമ്പറും ഉണ്ടാകരുതേ, അതിനുവേണ്ടിയാണ് ഈ കുടുംബ സംഗമത്തിൽ ഈ എളിയവൻ വന്ന് ഈ കാര്യം നിങ്ങൾ ഉണർത്തുന്നത്. വന്നു പോയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്രയും കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായം ചെന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായ പേരക്കുട്ടികളും കുട്ടികളും നിങ്ങളുടെ കൈകളിലുണ്ട്. അവരും ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുഞ്ഞു മക്കളെ ഇങ്ങനെ മൃഗീയമായി ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്? എന്താണെന്ന് ഞങ്ങളുടെ ഒരു പറ്റം അന്വേഷിച്ചപ്പോൾ അതിനും കണ്ടെത്തി. ഇന്നത്തെ യുവാക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരു പ്രത്യേക ലഹരി ബാധിച്ചു കഴിഞ്ഞു. ഒരു പ്രത്യേക ലഹരി, അഡിക്ഷൻ എന്ന് പറയും. അത് മദ്യപിച്ചാൽ കിട്ടുന്നതല്ല. കള്ളും കഞ്ചാവും മറ്റു ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന ലഹരിയെക്കുറിച്ചല്ല ഈ പറയുന്നത്. പല ടൈപ്പ് ലഹരിയുണ്ട്. അതിലെ ലഹരി എന്നാണ് പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. ഒരു പദാർത്ഥം, ഒരു സാഹചര്യം, ഒരു പ്രത്യേക വസ്തുവിനോട് അടിമപ്പെടലാണ് ലഹരി. പച്ചവെള്ളം ഒഴികെ എല്ലാ പദാർത്ഥവും ലഹരിയാണോ എന്നാണ് പറയുന്നത്. ഇവിടെ ആൽക്കഹോളാണോ, ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണ് എന്ന വാക്കുകളെല്ലാം ഇവിടെ ഉപയോഗിച്ചത്. ലഹരി, അഡിക്ഷൻ, മനുഷ്യനെ ഭ്രാന്തിയാക്കുന്ന, ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ഒരു തരം സ്വഭാവം ഉണ്ടാവുക ശരീരത്തിൽ. ഒരു വസ്തു, അത് ഏത് വസ്തുവാവാം, ഒരു പദാർത്ഥം, അതൊരു കട്ടൻ ചായ വരെ ആവാം, അത് പെപ്സി ആവാം, കുറുക്കുറു ആവാം, ലെയ്സ് ആവാം, കട്ടൻ ചായ ആവാം, ഹോർലിക്സ് ആവാം, ബിസ്ക്കറ്റ് ആവാം, ചോക്ലേറ്റ് ആവാം, എന്തുമാവാം. ഒരു സാഹചര്യം, അത് ഫുട്ബോൾ കളിയാവാം, വോളിബോൾ കളിയാവാം, TV ആവാം, സീരിയൽ ആവാം. ഒരു വസ്തു, അത് മോട്ടോർ സൈക്കിൾ ആവാം. പറയാം നമുക്ക്, ഇന്ന് കുഞ്ഞു മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്നത് ആരാണ്? ഒറ്റ വാക്കി പറഞ്ഞാൽ ഉമ്മയാണ്. കുഞ്ഞു കുട്ടികളെ മൊബൈൽ ഫോൺ എന്ന ലഹരിയിൽ അകപ്പെടുത്തുന്നത് ആരാണ്? 1 വയസ്സായ കുഞ്ഞങ്ങ് കരഞ്ഞാൽ ആ കുഞ്ഞിന് ആദ്യം തൻ്റെ ഉമ്മ കയ്യിലുള്ള വാട്സപ്പിലെ വീഡിയോ അല്ലേ വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് തുടങ്ങി കുഞ്ഞു മക്കൾക്ക് ലഹരി എന്ന ആ സംഭവം. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞു, 6 മാസം 1 വർഷം പോലും തികയാത്ത കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഇന്ന് എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും, എൻ്റെ വീട്ടിലില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, എൻ്റെ കുടുംബത്തിലുണ്ടാകും, എൻ്റെ വീട്ടിൽ ഇനി കൊടുക്കില്ല. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം എനിക്ക് തന്നെ തോന്നും അത് ശരിയല്ല. എൻ്റെ പെങ്ങളെ വീട്ടിൽ പലയിടത്തും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. കുഞ്ഞു മക്കൾ കരയുമ്പോൾ, ഭക്ഷണം കിട്ടാതെ കഴിക്കാതെ വാശി പിടിച്ച് കരയുമ്പോൾ ഉമ്മയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് അതിൽ പാട്ടും മ്യൂസിക്കും ആൽബവും തോമാഞ്ചേരി കാർട്ടൂണും വെച്ച് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പം അവരങ്ങനെ തോണ്ടി കളിക്കുമ്പോൾ വായിലൂടെ ചോറ് താനേ ഇറങ്ങിപ്പോകും. ഉമ്മക്ക് വലിയ അനുഗ്രഹമാണ്. മറ്റു ശല്യങ്ങളിലേക്കൊന്നും ആ കുഞ്ഞ് വരില്ല. അതുകൊണ്ട് കയ്യിലുള്ള മൊബൈൽ ഫോൺ അങ്ങ് കളിക്കാൻ വെച്ചുകൊണ്ട് ഉമ്മയുടെ ജോലിയിൽ ഉമ്മ മുഴുകും. ഉമ്മ ഒരിക്കലും അറിയുന്നില്ല എൻ്റെ കുട്ടി ഇത് ലഹരിക്കടിമപ്പെട്ടു പോകുമെന്ന്. 1 വയസ്സിൽ തോണ്ടി, നന്നായി തോണ്ടി കളിച്ചു. 2 വയസ്സിലും തോണ്ടി, 3-ൽ തോണ്ടി, 4-ൽ തോണ്ടി, 5-ൽ തോണ്ടി. 1-ാം ക്ലാസ്സിലെത്തി അവൻ തോണ്ടി, അവൾ തോണ്ടി. 2-ലും 3-ലും എത്തിയ ഗ്രൂപ്പിസം തോണ്ടി. സ്കൂളിൽ പോയി തൻ്റെ കുട്ടികളുമായി സംസാരിച്ചു. ഇന്നലെ ഉമ്മയുടെ മൊബൈൽ ഫോണിൽ കണ്ട ചിത്രം നീ എന്തായിരുന്നു എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. നാളെ 8 മണിക്ക് ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നും ഞാൻ നിനക്ക് എൻ്റെ ഉമ്മയുടെ ഫോണിലേക്ക് ഞാൻ തോണ്ടിത്തരാമെന്ന് പറഞ്ഞ് ഉമ്മ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ മക്കൾ പോലും ഉമ്മയുടെ ഉപ്പയുടെ മൊബൈൽ ഫോൺ എടുത്ത് കുഞ്ഞു മക്കൾക്ക് ഗ്രൂപ്പിസം ഉണ്ടാക്കി തോണ്ടിക്കളിക്കുന്നത് രക്ഷിതാക്കൾ കാണാതെ മറന്നുപോകുന്നു. അതിന് പണച്ചെലവില്ലല്ലോ എന്ന് വിചാരിച്ച് അതിന് മാറി നിൽക്കുന്നു. കുട്ടികളുടെ സന്തോഷമല്ല എൻ്റെ സന്തോഷം, കുട്ടികളുടെ ബുദ്ധി വികസിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അത് അനുവദിക്കുകയാണെന്ന്. ഇത് ഞാൻ പറയാൻ ഞാൻ ആരാണെന്നല്ലേ? 17 കൊല്ലമായി മൊബൈൽ ഫോണും
അനുബന്ധ ഉപകരണങ്ങളും അതിൻ്റെ റിപ്പയറിങ്ങും അതിൻ്റെ കോഴ്സുകളും വിൽക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു സാധാരണ കച്ചവടക്കാരൻ കൂടിയാണ് ഞാൻ മൊബൈൽ വിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ തിന്മയെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്കൊരുപാട് കടകളുണ്ട്. ഈ കഴിഞ്ഞ SSLCയുടെയും +2-ൻ്റെയും റിസൾട്ടിൻ്റെ കുറച്ച് മുമ്പ് എന്ത് കച്ചവടമായിരുന്നു മൊബൈൽ ഫോണെന്നറിയോ? 10 A+ വന്ന നിനക്ക് ഗാലക്സി S5 വാങ്ങിത്തരാം, S6 വാങ്ങിത്തരാം എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഓഫർ നൽകിയിരിക്കുകയാണ്. ഒരിക്കലും ആ ഉമ്മയും വാപ്പയും അത് അറിയുന്നില്ല. ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താൽ 10 A+ പോയിട്ട് ഒരു A+ പോലും കുഞ്ഞുമക്കൾക്ക് കിട്ടുകയില്ല. അവർ ഭ്രാന്തികളാകും, ഭ്രാന്തന്മാരാകും. 664 യുവാക്കളുടെ കാമുകൻ്റെ കൂടെ ഇവരും ഒളിച്ചോടുമെന്ന് ഒരിക്കലും ഈ മാതാപിതാക്കൾ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നിട്ട് 10 A+ കിട്ടിയെന്നെ ഗാലക്സി വാങ്ങിത്തരാ, 9 ആണെങ്കിൽ ഗാലക്സി S5 വാങ്ങിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പ പോലും ഗൾഫിൽ നിന്നും വാട്സപ്പ് മെസ്സേജ് ഉമ്മക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഓഫറുമായി അത് വാങ്ങാൻ എൻ്റെ പീടികയിൽ വന്നുകൊണ്ട് ഒരു ഉമ്മയും ഒരു മകളും വന്നുകൊണ്ട് ചോദിക്കുക, എനിക്കതൊരു ഫോൺ വേണമെന്ന്. 50,000 45,000 രൂപയോളം വില വരുന്ന ഗാലക്സി സീരീസ് ഞാനിപ്പോൾ പറയുന്നില്ലേ, 3-4 കൊല്ലം മുമ്പ് ആ മോഡൽ ആ കുഞ്ഞിങ്ങനെ തോണ്ടിക്കളിച്ചപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു, മകൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലല്ല ഉമ്മ, അത് വേണോ കുഞ്ഞിനെന്ന് ചോദിച്ചപ്പം ആ പ്രിയപ്പെട്ട ഉമ്മ, ബുദ്ധിയുള്ള ഉമ്മ, തൻ്റെ അടിയായ ഉമ്മ പറയാ, ഏയ് ഞാനത് ഇപ്പം കൊടുക്കൂല, അവൾ 10 A+ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരട്ടെ, അപ്പോഴേ വാങ്ങിച്ചു കൊടുക്കൂ എന്ന് ബുദ്ധിയുള്ള ഉമ്മയായിരുന്നു. പർദ്ദയിട്ട നല്ലൊരു ഉമ്മ, നിസ്കാരം നോമ്പും എല്ലാം സക്കാത്തും ചെയ്യുന്ന സാലിഹായ ഒരു ഉമ്മ കണ്ടാൽ അറിയാം. പക്ഷേ പെൺകുട്ടി അങ്ങനെയൊന്നും തട്ടം പോലും തലയിലില്ല. ഏതോ ആവട്ടെ, അവള് ഇതേ മകൾ വാക്ക് പാലിച്ചു. 10 A+ വന്നു. ആ കുഞ്ഞിന് ഗാലക്സി S5 തന്നെ വാങ്ങിച്ചു കൊടുത്തു. മകൾ തോണ്ടാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ തന്നെ, സയൻസ് ഗ്രൂപ്പിൽ തന്നെ 11ാം ക്ലാസ്സിൽ ചേർത്തി. +1 അതിലും മോള് തോണ്ടി, 12ലും മോള് തോണ്ടി, +2ലും മോള് തോണ്ടി. അങ്ങനെ പരീക്ഷയുടെ 2 മാസം മുന്നേ മോളെ കാണുന്നില്ല. 664ൻ്റെ കൂടെ അവളും തൻ്റെ കാമുകനെ അന്വേഷിച്ച് പോയിരിക്കുന്നു. അന്വേഷിച്ചപ്പോഴേ അറിയുന്നത് ഇതേ അപ്പുറത്തിരിക്കുന്ന ഒരു +2 പഠിക്കുന്ന കുട്ടിയും അവനെയും കാണുന്നില്ല എന്ന്. രണ്ടുപേരും തോണ്ടിക്കളിച്ച് അങ്ങോ മറഞ്ഞു. അന്വേഷിച്ചു, സൈബർ സെല്ലിൽ പോയി അവർ തോണ്ടി നോക്കി. ഒക്കെ തോണ്ടിയെ കാണും ഇപ്പോൾ അല്ലേ, പണ്ടൊക്കെ മഷിട്ട് നോക്കുക എന്നാ പറയാം. ഇനി അതൊന്നും വേണ്ട, ജസ്റ്റ് ആ മൊബൈലൊന്ന് തോണ്ടിയാൽ മതി. എന്തും ലോകത്ത് എന്തും കാണാം, എന്തും ഒളിപ്പിച്ച് വെക്കാനൊന്നും കഴിയില്ല. എന്തും കാണാം, മനസ്സിൽ സങ്കല്പിച്ചത് എന്തും കാണാം. തോണ്ടി കണ്ടു. എവിടെ ഇരിക്കുന്നറിയോ? മംഗലാപുരത്തൊരു ലോഡ്ജ് മുറിയിൽ 2 പേരും കൂടെ തോണ്ടിക്കളിക്കുക. നല്ല സന്തോഷമായില്ലേ ഇവർക്ക്. എങ്ങനെയോ ആ വാപ്പയുടെ മൊബൈൽ ഫോണിലേക്ക്, വാപ്പ ഗൾഫിൽ നിന്നൊക്കെ വന്നു, മോളെ കാണുന്നില്ലല്ലോ, വന്നു. വാപ്പയുടെ വാട്സപ്പിലേക്ക് ഇതേ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. എങ്ങനെയാ? പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. ഇംഗ്ലീഷ് മീഡിയം കുട്ടിയായിരുന്നു. പ്രിയപ്പെട്ട തന്തയെ, തന്ത എന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട വാക്ക്, ഉപ്പ പിതാവ് എന്നത് സ്നേഹത്തോടെയുള്ള വാക്ക്. ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറയണം കേട്ടോ. പ്രിയപ്പെട്ട തന്തയെ, തന്തക്ക് അഭിനന്ദനങ്ങൾ. എന്തിനാണ് ഈ അഭിനന്ദനങ്ങൾ എന്നറിഞ്ഞില്ല. വീണ്ടും അടുത്ത വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴാണ് അറിയുന്നത്, എനിക്ക് വേണ്ടി താങ്കൾ വെറും 50,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. വാപ്പാട്ടോ, 50,000 രൂപ വാപ്പാൻ്റെ പൈസയാണ് ചിലവാക്കിയിട്ടുള്ളൂ. അതിന് പകരം ഇപ്പോൾ ഞാൻ താങ്കൾക്ക് സമ്പാദിച്ച് തന്നിരിക്കുന്നു 25 ലക്ഷം രൂപ. അത് വാപ്പാക്ക് മനസ്സിലായില്ല. 50,000 രൂപയ്ക്ക് പകരം മകളെ എനിക്ക് സമ്പാദിച്ച് തന്നത് 25 ലക്ഷം രൂപ. വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴല്ലേ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവളുടെ ഏട്ടത്തിന് വിവാഹം കഴിക്കാൻ 100 പവനും മറ്റു സ്ത്രീധന ചെലവുകളും, കല്യാണവും, ബിരിയാണി മാർഭാടങ്ങളും 20ഓളം ലക്ഷം രൂപ പ്രിയപ്പെട്ട തന്തയ്ക്ക് ചെലവായിരിക്കുന്നു. ഇന്നിതാ ഞാൻ എൻ്റെ കാമുകരെ സ്വന്തമായി കണ്ടെത്തിയ 1 രൂപ പോലും ചെലവില്ല.